10:30 വരെയാണ് നിറപറയ്ക്ക് ഷീട്ടാക്കേണ്ട സമയം. 10:30 തന്നെ നിറപറയ്ക്കായി ഷീട്ടാക്കേണ്ടതാണ്. ക്ഷേത്രത്തിന് പുറത്തും തിരക്ക് നിയന്ത്രിക്കുന്ന ഭാഗമായി ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി ഭക്തജനങ്ങൾ ഉപയോഗിക്കുക. ക്ഷേത്രത്തിന് പുറത്തും ഒരു കൗണ്ടർ നിറപറയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി ഭക്തജനങ്ങൾ ഉപയോഗിക്കുന്ന അറിയിക്കുകയാണ്. ഭക്തജനങ്ങളുടെ പ്രദേശത്തുണ്ട് ആഭരണങ്ങളും പേഴ്സുകളും സൂക്ഷിക്കുക. ഭക്തജനങ്ങളുടെ പ്രദേശത്തേക്ക് ക്ഷേത്രത്തിനകത്ത് വലിയ ഭക്തജന പ്രദേശത്തേക്ക് നിറകരക്കാണെങ്കിൽ വരിയിൽ നിൽക്കേണ്ടതില്ല. ക്ഷേത്രത്തിനുള്ളിലെ ജീവനക്കാരുമായി സംസാരിച്ചാൽ എത്രയും പെട്ടെന്ന് നിറകരക്കായി ഷീട്ടാക്കാവുന്നതാണ്. 10:30 വരെയാണ് നിറകരക്കായി ഷീട്ടാക്കുന്ന സമയം. വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ നിറകരക്കായി ഷീട്ടാക്കാവുന്നതല്ല. ക്ഷേത്രത്തിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പുറത്ത് നിറമറയ്ക്കും മറ്റു വഴിപാടുകൾക്കുമായി കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഉപയോഗിക്കുക. ആഭരണങ്ങളും പേഴ്സുകളും സൂക്ഷിക്കേണ്ടതാണ്. ഭക്തജനങ്ങൾക്ക് നിങ്ങളുടെ ആഭരണങ്ങളും പേഴ്സുകളും സൂക്ഷിക്കുക. നമുക്ക് ആവശ്യമാണ് സേഫ്റ്റി പിൻ ക്ഷേത്രത്തിലെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ഭക്തജന പ്രദേശത്തൊക്കെ 10:30 വരെയാണ് ക്ഷേത്രത്തിൽ നിറമറ ഷീട്ടാക്കേണ്ട സമയം. നിറമറയ്ക്കായി ഷീട്ടാക്കുന്നത് നിൽക്കേണ്ടതില്ല. ക്ഷേത്രത്തിൽ ജീവനക്കാരുമായി പറഞ്ഞാൽ നിങ്ങൾക്ക് നിറമറയ്ക്കായി ഷീട്ടാക്കാവുന്നതാണ്. ക്ഷേത്രത്തിന്റെ പുറത്ത് ഒരു പ്രത്യേകമായ നിറമറയ്ക്കായി കൗണ്ടറുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നിറമറയ്ക്കായി ഷീട്ടാക്കാവുന്നതാണ്. ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. കൃത്യം 10:30 മണിക്ക് പറ നിറയ്ക്കാൻ തുടങ്ങുന്നതാണ്. കൃത്യം 10:30 മണിക്ക് 10:30 മണി വരെ പറ ചീട്ടാക്കാവുന്നതാണ്. 10:00 ശേഷം വഴിപാടായിട്ട് പറ ചീട്ടാക്കുന്നതാണ്. പറ നിറയ്ക്കാൻ സാധിക്കുന്നതല്ല. 10:30 മണി വരെ ചീട്ടാക്കുന്ന പറകൾ മാത്രമാണ് നിറയ്ക്കാൻ സാധിക്കുന്നത്. 10:00 ശേഷം ചീട്ടാക്കുന്ന പറകൾ പറ നിറയ്ക്കാൻ സാധിക്കില്ല. വഴിപാടായി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. കൃത്യം 10:30 മണിക്ക് പറ ആരംഭിക്കും.